എന്റെ യാത്രയിൽ ഇനി ഞാനുമുണ്ട്. ഏറെ പടിഞ്ഞാറോട്ട് പോയാൽ നരിയും പശുവും മൈത്രീഭാവത്തിൽ കഴിയുന്ന ദേശമുണ്ട്. അവിടെ ഞാൻ കുടികൊള്ളാം. ദേവിയെ നമസ്കരിച്ച് തന്ത്രി വേഗം തന്നെ യാത്രയ്ക്കൊരുങ്ങി. ഉടൻ തന്നെ മുന്നിൽ തൃശൂലം പ്രത്യക്ഷപ്പെടുകയും തൃശൂലവും കയ്യിലേന്തി പടിഞ്ഞാറോട്ട് നടന്നു. ഒടുവിൽ ഇന്നത്തെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാട്ടിലാണ് എത്തിപ്പെട്ടത്. ഈ കാടിന് ഒരു ദിവ്യ തേജസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തന്ത്രി തൃശൂലം അവിടെ ഉറപ്പിക്കുകയും ദേവിയെ പൂജയും കർമ്മങ്ങളും നടത്തി അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. യക്ഷിക്കഥകളും ചരിത്രവും വിശ്വാസവും ഇടകലർന്ന നീലിയാർക്കോട്ടം. നീലി എന്ന പേര് യക്ഷിക്കഥകളിൽ ഉള്ളതുകൊണ്ട് കൂടുതലും പ്രചരിപ്പിച്ചത് യക്ഷിക്കഥകൾ തന്നെയാണ്. നീലിയുടെ കഥകൾക്ക് പഴശ്ശിഭരണത്തോളം പഴക്കമുണ്ട്. പടയോട്ടക്കാലത്ത് മനുഷ്യബലി നൽകുന്ന ചരിത്രവും പറയപ്പെടുന്നു. പഴശ്ശിയുടെ പടയോട്ടങ്ങൾക്ക് ഇങ്ങനെ ബലിയർപ്പിച്ചിരുന്നത് മണത്തണയുള്ള കാളിദേവിക്കായിരുന്നു. കാളിക്ക് മുന്നിൽ രക്തവും മാംസവും ചിതറിയ പടയോട്ടക്കാലത്തിന് അന്ത്യം വന്നത് ബ്രിട്ടീഷ് ഭരണത്തോടെയാണ്. അതോടെ മനുഷ്യബലി നിരോധിക്കപ്പെടുകയും ചെയ്തു. രുദ്രവും മാംസവുമില്ലാത്ത കാലത്ത് കാളിദേവി കോപാകുലയായി. സമീപത്തെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിൽ വരുന്നവരെ ആക്രമിക്കുന്നത് സ്ഥിരമായി. ആ ഇടയ്ക്കാണ് കൊട്ടിയൂർ മഹാദേവ ദർശനം കഴിഞ്ഞ് സാക്ഷാൽ കാളകെട്ടിയില്ലത് തന്ത്രി ആ വഴി വരുന്നത്. സന്ധ്യാവന്ദനത്തിന് ശേഷം കുളത്തിലേക്ക് തന്ത്രി ഇറങ്ങുകയും വേഷം മാറിയ കാളി പതിവ് പോലെ താളിയും എണ്ണയുമായി തന്ത്രിയെ സമീപിക്കുകയും ചെയ്തു. എന്റെ അമ്മ തന്നതല്ലേ, അത് അമൃത് തന്നെ എന്ന് പറഞ്ഞ് തന്ത്രി അത് സേവിച്ചു. അമ്മയെന്ന വിളിയിൽ ദേവി സംപ്രീതയാകുകയും തന്ത്രിയെ അനുഗ്രഹിച്ച് ദേവി പറഞ്ഞു, നിന്റെ യാത്രയിൽ ഇനി ഞാൻ